السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. പ്രിയം നിറഞ്ഞ വിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 10 ഇന്ന് നമ്മളോട് വിട പറയുകയാണ്. അള്ളാഹുവിനോട് ധാരാളമായി നമ്മൾ ചോദിച്ച് അള്ളാഹുവിനോട് വാങ്ങേണ്ട ഒരു വിഷയമാണ് അള്ളാഹിൻ്റെ റഹ്മത്ത് എന്നുള്ളത്. ഇന്നെൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹിൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ അനുഗ്രഹിച്ച വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെടണം. അള്ളാഹിൻ്റെ റഹ്മത്ത് നിരന്തരമായി ചോദിച്ച് ആ റഹ്മത്ത് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞാനും നിങ്ങളും പെടണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ മഗ്ഫിറത്തിൻ്റെ വഔസതുഹു മഗ്ഫിറ എന്ന് അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞ് രണ്ടാമത്തെ 10ലേക്ക് ഞാനും നിങ്ങളും കടക്കുകയാണ്. അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞ് നിരന്തരം അള്ളാഹുവിനോട് കരഞ്ഞു ദുആ ചെയ്ത് പാപരഹിതമായ ഒരു ജീവിതം നയിക്കുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരടിമയായി നമുക്ക് മാറാൻ സാധിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മഗ്രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ നമ്മൾ സാധാരണ ചൊല്ലി വരാറുള്ള ആ ദിക്ർ മാറുകയാണ്. അല്ലാഹുമ്മ റഹംനി ആയിരുന്നു നമ്മൾ ആദ്യത്തെ 10 നമ്മൾ ചൊല്ലിയിരുന്നത്. എന്നാൽ അത് മാറി രണ്ടാമത്തെ 10ലേക്ക് കിടക്കുമ്പോൾ അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അള്ളാഹുവെ എൻ്റെ പാപങ്ങൾ എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ആ മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ മഗ്ഫിറത്തിൽ നിരന്തരം അള്ളാഹുവിനോട് ശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് തൂബു ഇലല്ലാഹി, തൂബു ഇലല്ലാഹി തോബത്തൻ നസൂഹ, നിങ്ങൾ നസൂഹായ ഒരു തോബ ചെയ്ത് എന്നിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. നസൂഹായ തോബ എന്ന് പറഞ്ഞാൽ ചെയ്തുപോയ തെറ്റിലേക്ക് ഇനി ഒരിക്കലും ഞാൻ മടങ്ങിപ്പോവുകയില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ അള്ളാഹുവിലേക്ക് മടങ്ങണം. തോബ ചെയ്ത് കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തോബത്തൻ നസൂഹ, നിങ്ങൾ നസൂഹായ തോബ ചെയ്ത് റബ്ബിലേക്ക് നിങ്ങൾ മടങ്ങണമെന്ന്. അള്ളാഹു അങ്ങനെ മടങ്ങുന്ന പാപരഹിതമായ ജീവിതം നയിക്കുന്ന വിശ്വാസികളായി അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, നിരന്തരം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, പാപം പുറപ്പിച്ചുകൊണ്ടേയിരിക്കണം. നിരന്തരമായി ഇസ്തിഗ്ഫാർ പറയുന്നവന് അള്ളാഹു ഒരുപാട് ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവനെ കരകയറ്റുമെന്നാണ് അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ നിരന്തരമായി അവൻ പതിവാക്കിയാൽ അള്ളാഹിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ളീഖിൻ മഖ്റജ, എല്ലാ അടക്കപ്പെട്ട എല്ലാ വാതിലുകളും അവന് തുറക്കപ്പെടുമെന്നാണ്. വമിൻ കുല്ലി ഹമ്മിൻ ഫറജൻ വ മഖ്റജ, എല്ലാ വിഷമങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവൻ അള്ളാഹു ഒരു തുറസ് കൊടുക്കുമെന്ന്. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ടെൻഷനുകളിൽ നിന്നും അള്ളാഹുവിനൊരു തുറസ് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന് എന്ത് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണെങ്കിലും അവന് ശാരീരികമായ ബുദ്ധിമുട്ടാണെങ്കിലും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ദുന്യവിയും ഉഖറവിയും സർവ്വ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു അവനെ കരകയറ്റുമെന്നാണ്. എന്ന് മാത്രമല്ല, അവൻ ഉദ്ദേശിക്കാത്ത ഭാഗത്തിലൂടെ അള്ളാഹു അവന് റിസ്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു ഇസ്തിഗ്ഫാർ ധാരാളമായി ചോദിച്ച് ആ റബ്ബിൻ്റെ ഇഷ്ടദാസന്മാരിൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരടിമയായി മാറാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായ സാക്ഷി നിൽക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ധാരാളമായി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിച്ചു വാങ്ങുന്ന മുഅ്മിനീങ്ങൾ അള്ളാഹു എന്നെയും നിങ്ങളെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.